തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഗവർണറെ കാണാൻ TVK അധ്യക്ഷൻ വിജയ് ലോക് ഭവനിൽ എത്തി. ഗവർണർക്ക് മുന്നിൽ സർക്കാർ ഉണ്ടാക്കുവാനുള്ള അവകാശവാദം രണ്ടാമതും ഉന്നയിക്കുന്നതിനായാണ് എത്തിയത്. ഇതിന് വഴങ്ങുന്നില്ല എങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് TVKയുടെ നീക്കം. അതിനിടെ AADMKയിൽ വിജയെ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച ഭിന്നത രൂക്ഷമാണ്. ഒരു വിഭാഗം MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. VCKയും TVKയെ പിന്തുണയ്ക്കും എന്ന സാധ്യതകളുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ രൂപീകരിക്കട്ടെ എന്നാണ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ് കൃത്യമായൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളുടെ മുന്നണി സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു പിന്തുണ ഉറപ്പിച്ച ശേഷമാണോ ലോക് ഭവനിലേക്ക് വിജയ് വീണ്ടും എത്തുന്നത്? അഭിലാഷ്, നിലവിൽ അതിനെപ്പറ്റി സൂചനകൾ ഒന്നും തന്നെയില്ല. നിലവിൽ ഇന്നലെയുള്ള 112 MLAമാരുടെ പിന്തുണ മാത്രമാണ് TVKയ്ക്കുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ വിജയ് ഇപ്പോൾ വീണ്ടും ഗവർണറെ കാണാൻ ലോക് ഭവനിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഒന്നുകൂടി TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെടും. അതുപോലെ TVKയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഗവർണർ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയും അതുപോലെ സുപ്രീം കോടതിയും ഉൾപ്പെടെ സമീപിക്കാനാണ് തീരുമാനമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നിലവിൽ അറിയിക്കുന്നത്. ഇതിനിടെ VCK നിലവിൽ ഔദ്യോഗികമായി തീരുമാനങ്ങളൊന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും TVKയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നത്. കാരണം VCKയുടെ ചീഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ജനവിധി അത് വിജയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഗവർണർ എത്രയും വേഗം വിജയെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കണം. VCK നിലവിൽ വിജയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കുമെന്നുമാണ് ഇപ്പോൾ ഈ VCKയുടെ അധ്യക്ഷനായിട്ടുള്ള തോൾ തിരുമാവളകൻ ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ VCKയ്ക്ക് നിലവിൽ തമിഴ്നാട്ടിൽ 2 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളുള്ള കോൺഗ്രസ് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ VCK ഇപ്പോൾ ഏറെക്കുറെ പിന്തുണ അവർ ഉറപ്പാക്കി കഴിഞ്ഞു. VCKയുടെ ചീഫ് തന്നെ ഇപ്പോൾ TVK സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ഔദ്യോഗികമായിട്ട് തീരുമാനം അറിയിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ അവരുടെ ചീഫ് അറിയിക്കുന്നത്. അപ്പോൾ ഇന്ന് തീരുമാനം വരികയാണെങ്കിൽ ഈ 2 കൂടി കൂട്ടിച്ചേർത്താൽ 114 MLAമാരുടെ പിന്തുണ TVKയ്ക്ക് ഔദ്യോഗികമായിട്ട് തന്നെ വരും. എന്നാലും അവർക്ക് പിന്നെയും 4 MLAമാരുടെ പിന്തുണ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് ഇടത് പാർട്ടികൾക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി TVK ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPIക്കും CPMനും അവിടെ 2 വീതം സീറ്റുകളുണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ 118 എന്നുള്ള മാജിക് നമ്പർ TVKയ്ക്ക് ലഭിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർ നിരന്തര ശ്രമം നടത്തുകയാണ്. അവർക്ക് കത്ത് നൽകി. എന്നാൽ ഇപ്പോൾ DMK മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ TVKയെ അകത്ത് നിന്ന്, അതായത് നിയമസഭയ്ക്ക് അകത്ത് നിന്ന് പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇടത് പാർട്ടികൾ ശ്രമിക്കുന്നത് എന്നാണ് വിവരമുള്ളത്. ഔദ്യോഗികമായി കോൺഗ്രസ് ചെയ്തതുപോലെ TVK പക്ഷത്തേക്ക് ചായാൻ അവർ തീരുമാനിച്ചിട്ടില്ല. DMK പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ TVKയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു നീക്കം അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 18 MLAമാരുടെ പിന്തുണ വിജയ് ഉറപ്പാക്കണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഗവർണറെ വിജയ് കണ്ടപ്പോഴാണെങ്കിലും 112 MLAമാരുടെ പിന്തുണ കൊണ്ട് വിജയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താനാകില്ല എന്നും 118 MLAമാരുടെ പിന്തുണ വേണമെന്നും ഗവർണർ കടുത്ത ഭാഷയിൽ തന്നെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, ഇന്നാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ചെന്നൈയിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു. അവിടെ നിരവധി TVK പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ എത്തിച്ചേർന്നിരുന്നു. അപ്പോഴാണ് ഈ ഗവർണറുടെ നിലപാട് അത് വിജയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. അതുപോലെ മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ തനിക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് വിജയ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സുരക്ഷ തനിക്ക് കുറയ്ക്കണമെന്നും വിജയ് ഇപ്പോൾ നിലവിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ വിജയുടെ വസതിക്ക് മുൻപിലുണ്ടായിരുന്ന പ്രത്യേക പോലീസ് സുരക്ഷയൊക്കെ മാറ്റിയിരുന്നു. കുറച്ച് ഒരു നേരിയ സാധാരണഗതിയിലുള്ള സുരക്ഷ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഗവർണറുമായിട്ട് വിജയ് വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്
നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതിനിടെ AIADMK TVK പിന്തുണയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ട് പാർട്ടി വിഭാഗങ്ങളും ഇത് തള്ളിക്കളയുന്നുണ്ട് എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. AIADMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KP മുനുസ്വാമി പറഞ്ഞത് TVKയുമായി യാതൊരു തരത്തിലുള്ള ഒരു അലയൻസിനും ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ല, ഇത്തരം വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു. അതുപോലെ TVKയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ബുസി ആനന്ദിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ വന്നിട്ടുള്ള പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് DMKയ്ക്കും AIADMKയ്ക്കും എതിരാണ്, അതുകൊണ്ട് AIADMKയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് TVK വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ AIADMKയിലെ ഒരു വിഭാഗം MLAമാർ TVKയെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിലാണ് എന്നതാണ് നിലവിലുള്ള ഒരു അഭ്യൂഹം എന്ന് പറയുന്നത്. അവരുടെ MLA ആയിട്ടുള്ള AIADMKയുടെ MLA ആയിട്ടുള്ള CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് TVKയെ പിന്തുണയ്ക്കാനുള്ള ഈ നീക്കങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് TVKയുമായി ഒരു അലയൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി AIADMKയുടെ 20ഓളം MLAമാരെ നിലവിൽ പോണ്ടിച്ചേരിയിലുള്ള ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു TVKയുമായിട്ടുള്ള സഖ്യ രൂപീകരണം ഉൾപ്പെടെ തടയാനാണ് ഇത്തരം ഒരു നീക്കം നടത്തിയതെന്നാണ് വിവരം. പക്ഷേ AIADMKയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് പുതിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് TVK സർക്കാർ രൂപീകരിക്കുന്നതിൽ DMK എതിര് നിൽക്കില്ല എന്നാണ്. അതായത് വിജയ് സർക്കാർ രൂപീകരിച്ചോട്ടെ, ഒരു 6 മാസം തങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമെന്ന് MK സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ DMK സർക്കാരിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സ്റ്റാലിൻ അറിയിക്കുന്നുണ്ട്. ഈ TVK അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം DMK നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കുടുംബനാഥന്മാർക്ക് നൽകുന്ന 1000 രൂപ ധനസഹായം, വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യം MK സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ വിജയ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി സ്റ്റാലിൻ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ TVK അവഗണിക്കുന്ന ഒരു നിലപാടായിരുന്നു. ഇപ്പോൾ TVK ചെറിയ രീതിയിലെങ്കിലും വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.